അസ്സലാമലൈക്കും. ടേസ്റ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 6 ടേബിൾ ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയം 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചത്, അതല്ലെങ്കിൽ 1 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇഞ്ചിയുടെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വല്ലാതെ ഇഞ്ചി മൂത്ത് പോകരുത്. അതിന് മുന്നേയായി നമുക്ക് 1/4 കിലോ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി നന്നായി തുടച്ച് വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയ ശേഷം അത് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ ഈ എണ്ണയിലിട്ട് ഈ വെളുത്തുള്ളിയെ പകുതിയോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി വെളുത്തുള്ളി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു പകുതിയോളം വെന്ത പാകമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ചെറിയ വെളുത്തുള്ളിയാണ് നല്ലത്. ഇത് എനിക്ക് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത്. ഒരു വെളുത്തുള്ളിയുടെ അല്ലി 3-4 പീസാക്കി മുറിച്ച് മാറ്റാം. അത്ര അധികം വലുപ്പമുള്ളൊരു വെളുത്തുള്ളിയായിരുന്നു. ഇപ്പോൾ ദാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പകുതിയോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ചതച്ചാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ എരിവ് നമുക്ക് കണക്കാക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 4 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി പച്ചമുളകിൻ്റെ പച്ചമണം എല്ലാം മാറി വന്ന ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതിൽ നിന്ന് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ വശത്തേക്കും മസാല ആകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതോ അതല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അത് ഒരു വെളുത്തുള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും പഞ്ചസാരയും എല്ലാം എല്ലാ വശത്തേക്കും എത്തുന്ന വരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെളുത്തുള്ളി അരഭാഗത്തിൽ അധികം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ടേബിൾ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ചേർത്ത് ആദ്യം ഒരു 4 ടേബിൾ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് വിനാഗിരി ഒന്ന് തിളച്ച ശേഷം തീ ഓഫ് ചെയ്തു. ശേഷം ഞാൻ 2 ടേബിൾ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ വെളുത്തുള്ളിയിലായാലും അച്ചാറിലായാലും അടുപ്പിൽ കിടന്ന് വിനാഗിരി വേഗം വറ്റിപ്പോകും. അതുകൊണ്ടാണ് ബാക്കി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. അച്ചാർ നന്നായി ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലാക്കി എത്ര നാൾ വേണമെങ്കിലും, അതായത് ഏകദേശം 1 വർഷം വരെ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. അച്ചാറാക്കുന്ന ടീസ്പൂണോ അതുപോലെ തന്നെ കുപ്പിയോ നനവില്ലാതെ ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.